നിങ്ങൾക്കറിയോ, നിങ്ങളുടെ കിഡ്നിയും നിങ്ങളുടെ ഹൃദയവും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ചങ്ങാതിക്ക് എന്തെങ്കിലും പറ്റിയാൽ മറ്റേ ചങ്ങാതി 24 മണിക്കൂർ കൊണ്ട് പിണങ്ങും. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ 70% രക്തയോട്ടം കിഡ്നിയിലേക്കുള്ളതിനെ ഈ ഹാർട്ട് അറ്റാക്ക് ബാധിക്കാറ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിലെ 70% ജോലിക്കാർ ഒരുമിച്ച് പണി മുടക്കിയാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ ആ ഫാക്ടറിയിൽ ഒരു പ്രൊഡക്ഷനും നടക്കില്ല. അതുപോലെയാണ് കിഡ്നിയുടെ പ്രവർത്തനം ഉടനെ നിർത്തും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന 1/3 വ്യക്തിക്ക് അടുത്ത 24 മണിക്കൂറിനകത്ത് കിഡ്നിയുടെ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഹാർട്ട് വീഴുമ്പോൾ ആദ്യം വീഴുക കിഡ്നിയാണ്. മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ വെറും ഒരു 4 മിനിറ്റ് നേരത്തേക്ക് കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിന്റെ സമയത്ത്, അങ്ങനെ വരുമ്പോൾ കിഡ്നിക്ക് പെർമനന്റ് ഡാമേജ് വരെ സംഭവിക്കാം. 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് കേൾക്കുന്ന അത്ര കുറഞ്ഞ സമയമാണ്, ഓർക്കണം. മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കിഡ്നിയുടെ ഫെയിലിയറും ഹാർട്ടിന്റെ ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മരണസാധ്യത ഇരട്ടിയിലധികമാണ്. ഇതൊരു ടൈം ബോംബ് പോലെയാണ്. ദിവസങ്ങൾക്കകം മരണം സംഭവിക്കാം. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് തീരെ വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിനും കിഡ്നിക്കും ഒന്നും ഒരു പെർമനന്റ് ഡാമേജ് ഇല്ലാതെ നമ്മൾ രക്ഷപ്പെടും. ഇനി നിങ്ങൾ ഓർക്കുക, ഹൃദയം എന്ന ഒരു അവയവത്തെ നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ കിഡ്നി എന്ന മറ്റൊരു അവയവം കൂടെ രക്ഷപ്പെടുന്നു. അതുകൊണ്ട്